തമ്മിലുള്ള സംഘർഷം പുരോഗമിക്കുകയാണ്. നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഹോസ്റ്റലിലേക്ക് മാർച്ച് നടത്തുന്നതും ഗേറ്റ് ചവിട്ടി തുറക്കുന്നതുമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത്. അല്പം മുമ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഹോസ്റ്റലിൽ ഇടിമുറിയുണ്ടെങ്കിൽ MLA-മാരെ അതൊന്ന് കാണിക്കണം എന്ന് നേരത്തെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. എന്തിനാണ് ഈ കുഞ്ഞിനെ നിങ്ങൾ കൊന്നത്? മുൻ MLA ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി തൊലിക്കട്ടി ഉണ്ടോ ഇവന്മാർക്ക് എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ ഗതികേടാണ് എന്നും ആത്മഹത്യ ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി SFI കൊലയാളികളാക്കി മാറ്റുകയാണ് എന്നും പറയുന്നു. ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ പോലീസുമായി ചെറിയ തോതിൽ ഉന്തും തള്ളും നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ലീഗ് പ്രവർത്തകർ സർവകലാശാലയിലെ ഹോസ്റ്റൽ മുറികളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കുകയാണ് പോലീസ്. മുബഷീർ പി അക്ബർ വിശദാംശങ്ങൾ. മുബഷീർ, ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ അകത്തേക്ക് കടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അതായത് നികേഷ് കുമാർ, കോൺഗ്രസിന്റെ പ്രതിഷേധം ആ നിലയിൽ തുടരുന്നതിനിടയിൽ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതിനിടയിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി കടന്നു വരുന്നത്. ഏകദേശം 100ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തിയത്. ഒരു ഭാഗത്തെ ബാരിക്കേഡിന് തൊട്ട് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് ലീഗ് വലിയ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് വരുന്നു. തൊട്ടടുത്തുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പോലീസ് അടച്ചു വെച്ചിരുന്ന ഒരു ഗേറ്റ് ചവിട്ടി തുറന്നുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സർവകലാശാല കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം യൂത്ത് ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് കാണാം. ആ ഒരു ഗേറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. അതൊരു പക്ഷേ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടുള്ള ഒരു മേഖലയാണ്. പോലീസുകാരെ ഉൾപ്പെടെ തള്ളി മാറ്റിക്കൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പ്രവേശിച്ചത്. ഇപ്പോഴും പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഒരു ഭാഗത്തെ യൂത്ത് ലീഗിന്റെ വലിയ പ്രതിഷേധം നടക്കുന്നു, മറുഭാഗത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം നടക്കുന്ന ഒരു കാഴ്ചയാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇവിടെ സമാപിക്കുന്ന സാഹചര്യത്തിൽ അതിന് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ യൂത്ത് ലീഗും ആ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുള്ള മേഖലയിലേക്ക് വലിയ പ്രതിഷേധവുമായി എത്തിയേക്കും. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ കണ്ട സമാനമായുള്ള ഒരു കാഴ്ചയൊക്കെ തന്നെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധത്തിലും കാണാൻ സാധ്യതയുണ്ട്. കാരണം ആ വിധത്തിൽ പോലീസുമായി സംഘർഷത്തിൽ പോകാൻ സാധ്യതയുള്ള നീക്കങ്ങളാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എങ്കിലും പോലീസ് ഇത്തരത്തിൽ പ്രവർത്തകർക്കെതിരെ ലാത്തി വീശുന്ന നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. നിലവിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ സർവകലാശാലയുടെ ആ ഒരു ഗേറ്റിന് ഉള്ളിൽ കടന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു ഭാഗത്ത് പോലീസുണ്ട്, മറുഭാഗത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം നടക്കുന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ രമേശ് ചെന്നിത്തല സംസാരിച്ചപ്പോൾ കോളേജ് ഹോസ്റ്റലിനുള്ളിലേക്ക് കടന്നു ചെല്ലുമെന്നും സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ച ഹോസ്റ്റലിലെ ഇടിമുറി ഉൾപ്പെടെ നോക്കുമെന്നും അല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ എത്തുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പ്രതിഷേധത്തിന് തൊട്ട് പിന്നാലെ അത്തരമൊരു നീക്കം യൂത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാണേണ്ടത്. എന്തായാലും പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. വലിയ ഒരു സംഘർഷ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഉള്ളതാണ്. കാരണം പോലീസ് സജ്ജമാക്കിയിരുന്ന സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. ജലപീരങ്കി പോലെയുള്ള സംവിധാനങ്ങളൊന്നും പോലീസ് ഇവിടെ എത്തിച്ചിട്ടില്ല. ഒരുപക്ഷെ പ്രവർത്തകർ ആ രീതിയിൽ പ്രകോപിതരാവുകയാണെങ്കിൽ എങ്ങനെ ഈ ഒരു പ്രവർത്തകരെ പ്രതിരോധിക്കും അല്ലെങ്കിൽ എതിർത്ത് നിർത്തും എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടത്. ആ നിലയിലുള്ള പ്രതിഷേധം ഇപ്പോഴും
ഇവിടെ തുടരുന്ന സാഹചര്യമാണുള്ളത്. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കൽപ്പറ്റ MLA ടി സിദ്ദീഖ് സംസാരിക്കുകയാണ് കോൺഗ്രസിന്റെ പരിപാടിയിൽ. തൊട്ടപ്പുറത്ത് ലീഗിന്റെ പരിപാടിയിൽ ലീഗ് നേതാക്കൾ സംസാരിക്കുന്ന കാഴ്ചയുമുണ്ട്. ആ ഒരു ഗേറ്റ് തുറന്നുകൊണ്ട് ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഗേറ്റ് ചവിട്ടി തുറന്നുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ ഒരു സർവകലാശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ഒരുപക്ഷെ